2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ കളിയിൽ പരാജയം നേരിട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നലെ രാത്രി ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് എഫ്സിയോടാണ് മഞ്ഞപ്പടയുടെ തോൽവി. 1-2 ഗോളുകൾക്കായിരുന്നു സ്വന്തം കാണികൾക്ക് മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് വീണത്. ലൂക്ക മൈസിനും ഫിലിപ്പ് മിർലാക്കും പഞ്ചാബിനായി വല കുലുക്കിയപ്പോൾ ജെസൂസ് ജിമനസ് ആണ് മഞ്ഞപ്പടയുടെ ആശ്വാസ ഗോൾ നേടിയത്. ഈ മാസം 22-ന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം വരാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്ത് മൈക്കൽ സ്റ്റാറയുടെ ആദ്യ ISL മത്സരമായിരുന്നു പഞ്ചാബ് എഫ്സിക്ക് എതിരായി നടന്നത്. ഈ കളിയിൽ തോറ്റതിന്റെ കടുത്ത നിരാശ മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പരാജയത്തിൽ വളരെയധികം നിരാശയുണ്ടെന്ന് വെളിപ്പെടുത്തിയ സ്റ്റാറെ തോൽവിയേക്കാൾ ഉപരി കളിയുടെ അവസാന മിനിറ്റുകൾ തന്റെ ടീം കൈകാര്യം ചെയ്ത രീതിയിൽ തീർത്തും നിരാശനാണെന്ന് തുറന്നു പറഞ്ഞു. അടുത്ത കളിയിൽ മഞ്ഞപ്പട ശക്തമായി തിരിച്ചെത്തുമെന്ന് ആരാധകർക്ക് ഉറപ്പു നൽകാനും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ബോസ് മറന്നില്ല. ഇന്നത്തെ രാത്രി ഈ തോൽവി അംഗീകരിച്ചേ മതിയാകൂ എന്നും ഇന്ന് രാത്രി ഉറങ്ങുക ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കാം എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷേ നാളെ ഒരു പുതിയ ദിനമാണെന്നും ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കേണ്ടതുണ്ടെന്നും ഈ കളിയിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്നും തങ്ങൾ ശക്തരായി തിരിച്ചു വരുമെന്നുമാണ് സ്റ്റാറെ പറഞ്ഞത്. കളിയുടെ ആദ്യ 15-20 മിനിറ്റുകൾ ഒപ്പത്തിനൊപ്പമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ ആദ്യ പകുതിയുടെ അവസാനം പഞ്ചാബ് എഫ്സി കളിയിൽ ചെറിയ മുൻതൂക്കം നേടിയെന്നും പ്രതിരോധപരമായി ബ്ലാസ്റ്റേഴ്സ് കരുത്തരായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നിർണായക നിമിഷങ്ങളിൽ തങ്ങൾ അത്ര മികച്ചവരായിരുന്നില്ലെന്നും നമ്മൾ കൂടുതൽ താരങ്ങളുമായി ആക്രമിക്കണമെന്നും സ്റ്റാറെ വ്യക്തമാക്കുന്നുണ്ട്. പാസ് ചെയ്യാൻ കൂടുതൽ പേർ വേണമെന്നും പൊതുവെ താൻ പോസിറ്റീവാണെന്നും പക്ഷേ ഈ നിമിഷത്തിലെ തോൽവി വേദനാജനകമാണെന്നും സ്റ്റാറെ വെളിപ്പെടുത്തി. ആരാധകരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു പഞ്ചാബ് എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റേത്. സ്വന്തം കാണികൾക്ക് മുന്നിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനാകാതെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ നിരാശരായാണ് കളം വിട്ടത്. പന്ത് കൈവശം വെക്കുന്നതിൽ നേരിയ ആധിപത്യം ബ്ലാസ്റ്റേഴ്സിനായിരുന്നെങ്കിലും 1-5 ഗോൾ ശ്രമത്തോടെ ആക്രമണത്തിൽ പഞ്ചാബിനായിരുന്നു മേൽക്കൈ. രണ്ടാം പകുതിയിൽ ക്വാമെ പെപ്ര, ഐമൻ എന്നിവർക്ക് പകരം ജിമിനിസും വിപിനും ബ്ലാസ്റ്റേഴ്സിനായി കളത്തിലിറങ്ങി. 86-ാം മിനിറ്റിലായിരുന്നു പഞ്ചാബ് എഫ്സി കളിയിലെ ആദ്യ ഗോൾ നേടിയത്. പെനാൽറ്റിയിൽ നിന്നായിരുന്നു ഇത്. 90+2 മിനിറ്റിൽ ജെസൂസ് ജിമനസ് മഞ്ഞപ്പടയ്ക്കായി സമനില ഗോൾ നേടി. ഇതോടെ മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് ഫുട്ബോൾ പ്രേമികൾ ഉറപ്പിച്ചെങ്കിലും അലസതയോടെ കളിയെ സമീപിച്ച മഞ്ഞപ്പട 90+5-ാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ വഴങ്ങി കളി കൈവിടുകയായിരുന്നു. ഇതോടെ സ്റ്റാറയുടെ ISL കോച്ചായുള്ള അരങ്ങേറ്റം നിരാശ നിറഞ്ഞതായി മാറി. അസുഖബാധിതനായ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ഇല്ലാതെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ്സിയെ നേരിട്ടത്. ലൂണയുടെ അഭാവം മഞ്ഞപ്പടയുടെ കളിയിൽ നിഴലിച്ചു നിന്നു. ലൂണ ഇല്ലാത്തതിനാൽ മിലോസ് ഡ്രിൻസിച്ചാണ് മഞ്ഞപ്പടയെ ഈ കളിയിൽ നയിച്ചത്. നിലവിൽ കൊച്ചിയിൽ തന്നെയുള്ള ലൂണ അടുത്ത കളിയിൽ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്.